Assalamualaikum. Welcome back to Zida's recipes. നമ്മൾ ഇന്ന് ബട്ടർസ്കോച്ച് കേക്കിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ 3 കിലോ ബട്ടർസ്കോച്ച് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ 3 കിലോ നമുക്ക് മോൾഡ് ഇല്ലാതെ എങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 3 കിലോയുടെ കേക്ക് ആയതുകൊണ്ട് തന്നെ 1 കിലോയുടെ 3 കേക്ക് വേണം. അപ്പോൾ ആദ്യം നമുക്ക് അത് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 1 കിലോയുടെ കേക്ക് ടിനാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 3 കേക്ക് ആദ്യം ഉണ്ടാക്കണം. അതിനുശേഷം നമ്മളിതൊന്ന് അസംബിൾ ചെയ്തിട്ട് നല്ലൊരു അടിപൊളി 3 കിലോ ബട്ടർസ്കോച്ച് കേക്കാക്കി മാറ്റുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം 1 കിലോ കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയത്തിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ മുട്ടയുടെ ബാറ്റർ റെഡിയാക്കുന്നത്. അപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട നമ്മൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ല് നന്നായിട്ടൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഏകദേശം ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പൊടിച്ച് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രൈനറിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് ബാറ്ററിലോട്ട് ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതിനുശേഷം അരിച്ചെടുത്തത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബാറ്ററിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം കേക്ക് ടിന് മുന്നേ തന്നെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതിന് മുകളിൽ ബേക്കിംഗ് പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പാത്രത്തിലോട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ്. അപ്പോൾ അത് ആദ്യമേ തന്നെ സ്റ്റവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആദ്യമേ തന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് ഈ ഒരു പാത്രം ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ കേക്ക് ടിന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 35 to 40 മിനിറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ മതിയാവും. അതിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയറോ സ്റ്റിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓരോ കപ്പായിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുമിച്ച് 3 കപ്പ് ബീറ്റ് ചെയ്തെടുക്കുന്നില്ല. 1 കപ്പ് ബീറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്രീം ഒന്നങ്ങ് ബീറ്റായി വരുന്ന സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം.
ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ക്രീം മധുരമുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മധുരം കുറവുള്ളതാണ്, നമുക്ക് മധുരം ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരപ്പൊടി ഇതുപോലെ കുറേശ്ശായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബട്ടർസ്കോച്ച് എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ബട്ടർസ്കോച്ച് കേക്ക് ഇല്ലേ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് നട്ട്സ് വേണം, അതുപോലെ തന്നെ ഷുഗർ കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ബദാം, കാഷ്യൂ, അതുപോലെ തന്നെ കടല, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ബദാം, 1/4 കപ്പ് കാഷ്യൂ, 1/4 കപ്പ് കടല, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നട്ട്സൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു സെയിം പാനിൽ തന്നെ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം. അപ്പോൾ ഷുഗർ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സായി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ബേക്കിംഗ് പേപ്പറിലോട്ട് മാറ്റാം. ബേക്കിംഗ് പേപ്പർ നേരത്തെ തന്നെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഈ നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടിയായി പോവും, പിന്നീട് നമുക്ക് ഇത് ശരിയായ രീതിയിൽ കിട്ടൂല. അപ്പം ചൂടോടെ തന്നെ നേരിട്ട് നമുക്ക് ബേക്കിംഗ് പേപ്പറിലോട്ട് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കേക്കിലോട്ടുള്ള ബട്ടർസ്കോച്ച് സോസ് റെഡിയാക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷുഗർ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 80 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽട്ടായി വരണം. അങ്ങനെ ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അത് നന്നായിട്ട് മെൽട്ടായിക്കോളും. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. നട്ട്സ് തണുത്തപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ടാണ് കേട്ടോ കിട്ടുക. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ഇവിടെ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ 2 കേക്ക് കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേണിംഗ് ടേബിളിൽ ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കിലോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ബേസാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ 3 കിലോ കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ടേണിംഗ് ടേബിൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ലെയർ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു സൈഡിലായിട്ട് ഒരു കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം സെക്കൻഡ് ലെയർ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. തേർഡ് ലെയർ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കേക്ക് സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. അതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ലെയറിലോട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാകുമ്പം പണി എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഒന്ന് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലോട്ട് നട്ട്സ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ബട്ടർസ്കോച്ച് സോസ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഇതുപോലെ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്കോച്ച് സോസും നട്ട്സ് ക്രഷ് ചെയ്തതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ തേർഡ് ലെയറും വെച്ച് കൊടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ബട്ടർസ്കോച്ച് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സോസ് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ഫ്ലവർ നോസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബോർഡർ വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളിൽ ബാക്കി വന്നിട്ടുള്ള ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്തും മുകളിൽ ബോർഡർ ആക്കിയിട്ടുള്ള അതേ ഡിസൈനിൽ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കേക്കിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഡെക്കറേഷൻ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കിലോയുടെ ടിന്ന് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ 3 കിലോ കേക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 3 കിലോ കേക്കൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.